വീടിനുള്ളിലെ ചൂട് നമ്മളീ പലരും ഈ ഒരു സമയത്ത് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. നമ്മളൊരു പുതിയ വീട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ സമയത്ത് തന്നെ ചൂട് കുറയ്ക്കാനായിട്ട് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങളും പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഒരു പഴയ വീടിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപക്ഷെ അസാധ്യമാണ്. എന്നിരുന്നാലും നമ്മുടെ വീടിനുള്ളിലെ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഈ ചൂട് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ ഈ വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന 10 മാർഗ്ഗങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, അഷെവിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മുടെ റൂഫ് സ്ലാബിലൂടെയും അതുപോലെ തന്നെ പുറംഭിത്തിയിലൂടെയൊക്കെ ചൂട് ഉള്ളിലേക്ക് കടക്കുന്നതാണ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ചൂട് നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നത് നമ്മുടെ റൂഫ് സ്ലാബിലൂടെയാണ്. ഇപ്പോൾ റൂഫ് സ്ലാബിലേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ ആ ചൂടിനെ റൂഫ് സ്ലാബ് അബ്സോർബ് ചെയ്യുകയും ആ അബ്സോർബ് ചെയ്യുന്ന ചൂട് വീടിനുള്ളിലേക്ക് വരികയുമാണ് ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ട്രസ് വർക്ക് ചെയ്ത് ഓടോ റൂഫിംഗ് ഷീറ്റോ ഒക്കെ ഇടാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗം. പക്ഷേ എല്ലാവർക്കും അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അത്തരത്തിൽ ഇപ്പോൾ പ്ലെയിനായിട്ട് ഒരു റൂഫ് സ്ലാബ് ഓപ്പൺ ടെറസ് ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ നമുക്ക് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സിമെൻറ്റ് പ്രൈമറോ വൈറ്റ് സിമെൻറ്റോ ഒക്കെ അടിച്ച് വൈറ്റ് കളറിൽ അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ചൂട് ഈ സ്ലാബിനുള്ളിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുറംഭിത്തിയിലും ഈ ഡാർക്ക് കളറുകളൊക്കെ ഉപയോഗിക്കാതെ വൈറ്റോ അല്ലെ ഐവറിയുടെ ഷെയ്ഡുകളോ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ചൂട് വീടിനുള്ളിലേക്ക് കടക്കുന്നതിന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ തെക്ക് സൈഡിലും അതുപോലെ തന്നെ പടിഞ്ഞാറേ സൈഡിലും ഒക്കെ കൂടുതൽ തിക്കായിട്ടുള്ള പ്ലാന്റ് വെക്കുന്നതിലൂടെ ആ ഒരു സൈഡിൽ നിന്നുള്ള ചൂടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ചൂട് കൂടിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ തെക്ക് പടിഞ്ഞാറേ കോർണറായിരിക്കും. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു ചൂടിനെ അത് വീടിനുള്ളിലേക്ക് കയറുന്നതിനെ നമുക്ക് ഈ നല്ല പ്ലാന്റും അതുപോലെ തന്നെ വാട്ടർ ബോഡിയും ഒക്കെ ഈ തെക്ക് പടിഞ്ഞാറേ സൈഡിൽ കൊടുക്കുന്നതിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു പ്ലോട്ടിൻ്റെ അതിൽ നമ്മുടെ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ചിട്ട് നമ്മുടെ ഒരു കാറ്റിൻ്റെ ഡയറക്ഷൻ മിക്കവാറും സ്ഥലങ്ങളിൽ ഈ തെക്ക് പടിഞ്ഞാറേ സൈഡിൽ നിന്നായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ ബോഡീസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ പ്രസൻസ് ആ കോർണറിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് വരുന്ന കാറ്റിലും ഒരു തണുപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ വാട്ടർ ബോഡിയുടെ പ്രസൻസ് കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് ഈ ചൂടിനെ വീടിനുള്ളിലേക്ക് വരുന്ന ചൂടിനെ കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചൂടുള്ള വായുവിനെ സംബന്ധിച്ച് അതിൻ്റെ ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അതെപ്പോഴും മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഏരിയയൊക്കെ ഉണ്ടെങ്കിൽ ആ ഡബിൾ ഹൈറ്റഡ് പോർഷൻ്റെ മുകളിലായിട്ട് നമ്മളൊരു എക്സോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വീടിനുള്ളിലെ ചൂടായിട്ടുള്ള എയറിനെ മൊത്തം ആ എക്സോസ്റ്റ് വഴി നമുക്ക് വലിച്ച് വെളിയിലേക്ക് കളയാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ വീടിൻ്റെ ആണെങ്കിലും ഏത് വീടിൻ്റെ ആയാലും അതിൻ്റെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗത്തായിട്ട് നമ്മൾ എക്സോസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ചൂടുള്ള വായുവിനെ ഈസി ആയിട്ട് നമുക്ക് ആ എക്സോസ്റ്റ് വഴി വലിച്ച് വെളിയിലേക്ക് കളഞ്ഞിട്ട് നമ്മുടെ വീടിനുള്ളിലെ ചൂട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വിൻഡോസിലൊക്കെ ഉപയോഗിക്കുന്ന കർട്ടനുകളിലെ രീതികളാണ്. നമ്മൾ കൂടുതലായും കാണാറ് തിക്ക് മെറ്റീരിയലായിട്ടുള്ള ഡാർക്ക് കളറിലുള്ള കർട്ടനുകളാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കർട്ടനുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീടിനുള്ളിലെ ചൂട് കൂടാനായിട്ടാണ് സാധ്യത. നമ്മൾ ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ലിനൻ മെറ്റീരിയലുള്ള കർട്ടനുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ചൂട് കുറയ്ക്കാൻ നല്ലത്. ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് ചൂടിനെ നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ടും പറ്റും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറിലൊക്കെ ഉപയോഗിക്കുന്ന കാർപ്പറ്റുകളും റഗ്സും ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ കാർപ്പറ്റുകളായാലും റഗ്സ് ആയാലും അതിനുള്ളിലൊക്കെ ഈ പൊടി കയറിയിരുന്നിട്ട് അത് ചൂടിനെ അബ്സോർബ് ചെയ്തിട്ട് റൂമിലെ ടെമ്പറേച്ചർ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സോഫകളിൽ ഉപയോഗിക്കുന്ന പില്ലോയും ഇതേ പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കാറ്. ഈ പില്ലോകളിലും ഒക്കെ ഈ പൊടി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് ആ പൊടിയുടെ പ്രസൻസ് കൊണ്ട് ഈ റൂമിലെ ടെമ്പറേച്ചർ കൂടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സമ്മർ സീസണിൽ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പകൽ സമയത്ത് വിൻഡോസ് ഒന്നും ഓപ്പൺ ആക്കി ഇടാതിരിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പടിഞ്ഞാറും തെക്കും ഒക്കെ ഉള്ള വിൻഡോസ് പകൽ സമയങ്ങളിൽ നിർബന്ധമായിട്ടും ക്ലോസ് ചെയ്തിടുക. ഇല്ലെങ്കിൽ ഈ വെളിയിൽ നിന്നുള്ള ചൂടായിട്ടുള്ള എയർ വീടിനുള്ളിലേക്ക് വരാനും ഈ വീടിനുള്ളിലെ ടെമ്പറേച്ചർ കൂടാനുമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈറ്റുകളും ഒക്കെ നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് ഓഫ് ചെയ്തിടുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൈറ്റിൽ നിന്നൊക്കെ വരുന്ന ചൂടും വീടിനുള്ളിലെ ചൂട് കൂടുന്നതിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട്. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൂമിനുള്ളിലെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. റൂമിലെ മാക്സിമം ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഇടുക. ഇപ്പം റൂമിൽ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്മുടെ റൂമിലെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ഒബ്ജക്റ്റുകളൊക്കെ ഈ ചൂട് അബ്സോർബ് ചെയ്യുകയും പിന്നീട് അത് വെളിയിലേക്ക് വിടുകയും ചെയ്യും. അത്തരത്തിൽ ഈ റൂമിലെ ചൂട് കൂടി നിൽക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും.
അതുപോലെ തന്നെ റൂമിലെ ഡസ്റ്റും മറ്റു പൊടികളുമൊക്കെ എപ്പോഴും അടിച്ച് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് റൂമിലെ ടെമ്പറേച്ചർ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ വൈകുന്നേര സമയമായി നമ്മുടെ വെളിയിലെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ വിൻഡോയിലൂടെ ഈ തണുത്ത എയർ ഉള്ളിലേക്ക് കടക്കുന്നതിനുള്ള സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ വലിയൊരു വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ട് അതിന് ഒരു ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിൻഡോയിൽ ഒരു ഫാൻ വെളിയിലേക്ക് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് കയറുന്ന തണുത്ത എയർ നമ്മുടെ റൂമിനുള്ളിലൂടെ അല്ലെങ്കിൽ വീടിനുള്ളിലൂടെ വലിച്ചെടുത്ത് വെളിയിലേക്ക് വിടുന്ന രീതിയിൽ നമ്മുടെ റൂം മൊത്തത്തിൽ എളുപ്പത്തിൽ കൂളാക്കി എടുക്കാനായിട്ട് പറ്റും. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളിലെ വിൻഡോസിൽ ഈ ചൂട് കൂടുതൽ ഉള്ളിലേക്ക് വരുന്ന വിൻഡോസിൻ്റെ മുന്നിലായിട്ട് ഈ നനഞ്ഞ തുണികളിൽ വിരിച്ചിടുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ നനഞ്ഞ തുണി വിരിച്ചിടുന്നതിലൂടെ നമുക്ക് ഈ ഉള്ളിലേക്ക് വരുന്ന ചൂടിനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വീടിനുള്ളിലെ ചൂട് കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഒരു പുതിയ വീട് പണിയുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സമയത്തും ഡിസൈനിൻ്റെ സമയത്തും ഒക്കെ ഈ ചൂട് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. താങ്ക്